സോ ഗ്രാഫ് തിയറിയിൽ പല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് എ ട്രീ വിത്ത് n വെർട്ടിസസ് ആസ് n-1 എഡ്ജസ്. അപ്പോൾ n വെർട്ടിസ് ഉള്ള ഒരു ട്രീയിൽ n-1 എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രൂഫ്. അപ്പോൾ നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻഡക്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എന്തായിട്ട് ക്ലിയർ മനസ്സിലാവുമെന്ന് വെച്ചാൽ 1 വെർട്ടെക്സ് ആണെങ്കിൽ അവിടെ എഡ്ജ് 0 ആയിരിക്കും. ഇഫ് ഹാവ് എ ട്രീ വിത്ത് 2 വെർട്ടിസസ് ആണെങ്കിൽ സിംഗിൾ എഡ്ജ്. ഇപ്പോൾ 3 വെർട്ടിസസ് ആണെങ്കിൽ 2 എഡ്ജസ്. അപ്പോൾ എത്ര വെർട്ടീസ് ഉണ്ടോ അതിനേക്കാളും 1 കൗണ്ട് കുറവായിരിക്കും നമ്മൾ എഡ്ജസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 2 വെർട്ടെക്സ് ഉള്ളപ്പോൾ ഇവിടെ ഒരു എഡ്ജ്, ഇവിടെ 3 വെർട്ടെക്സ് ഉള്ളപ്പം 2 എഡ്ജ്. ഇപ്പോൾ ഇത് രണ്ടിലും 4 വെർട്ടിസസ് ആണുള്ളത്. നോക്കി കഴിഞ്ഞാൽ 1 2 3 എഡ്ജസ് ആണുള്ളത്. ഇവിടെയും നമുക്ക് 3 എഡ്ജസ് ആണുള്ളത്. സോ ഇറ്റ്സ് ഈസി ടു സീ ദാറ്റ് ദ തിയറം ഈസ് ട്രൂ ഫോർ n ഈസ് 1, 2 and 3. അപ്പോൾ 1 2 3 4 നമുക്കിത് ട്രൂ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എളുപ്പം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ജനറലൈസ് ചെയ്ത് n വെർട്ടീസ് ഉണ്ടെങ്കിൽ അതിന് n-1 എഡ്ജസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വി അസ്യൂം ദാറ്റ് ദ തിയറം ഹോൾഡ്സ് ഫോർ ഓൾ ട്രീസ് വിത്ത് ഫ്യൂവർ ദാൻ n വെർട്ടീസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു n-നേക്കാളും താഴെ കൗണ്ടുള്ള എത്ര വെർട്ടീസ് ആണോ അങ്ങനെയുള്ള ട്രീസിനെല്ലാം ഈ തിയറം ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് എ ട്രീ T വിത്ത് n വെർട്ടീസസ്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രീ. ഈ ട്രീയിൽ n വെർട്ടീസസ് ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്, വേറൊരു പാർട്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇനി ഈ ട്രീയിൽ നമ്മളൊരു എഡ്ജ് കൺസിഡർ ചെയ്യുകയാണ് EK എന്ന് പറഞ്ഞ എഡ്ജ്. അപ്പോൾ ഈ ട്രീയിലുള്ള 2 വെർട്ടീസുകളാണ് VAയും VJയും. അപ്പോൾ ഈ 2 വെർട്ടീസുകൾ തമ്മിലുള്ള ഒരു എഡ്ജാണ് EK എന്ന് പറയുന്നത്. സോ ലെറ്റ് EK ബി എൻ എഡ്ജ് ഇൻ ദിസ് പെർട്ടിക്കുലർ ട്രീ വിത്ത് n വെർട്ടീസസ് VA ആൻഡ് VJ. അപ്പോൾ VAയും VJയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു എഡ്ജാണ് EK എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ കണക്റ്റഡ് ഗ്രാഫാണ്, അതുപോലെ തന്നെ അസൈക്ലിക് ആയിരിക്കും. അപ്പോൾ 2 വെർട്ടീസുകൾ തമ്മിൽ ഉറപ്പായിട്ടും ട്രീയിൽ ഒരു സിംഗിൾ എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അക്കോർഡിംഗ് ടു തിയറം there is one and only one path between every pair of vertices in a tree. അപ്പോൾ ഈ VAയും VJയും ഒരു ട്രീയിലുള്ള വെർട്ടീസസ് ആയതുകൊണ്ട് തന്നെ അത് രണ്ടും തമ്മിലൊരു സിംഗിൾ എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സിംഗിൾ എഡ്ജാണ് നമ്മൾ EK എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് ഈസ് there is no other path between VA and VJ except EK. അപ്പോൾ VAയും VJയും തമ്മിൽ EK അല്ലാണ്ട് വേറെ ഒരു എഡ്ജും ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. ബിക്കോസ് T ഈസ് എ ട്രീ ആയതുകൊണ്ടും ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയതുകൊണ്ടും അസൈക്ലിക് ആയതുകൊണ്ടും 2 വെർട്ടീസുകളും തമ്മിൽ ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിനാരിയോ എന്ന് പറഞ്ഞാൽ ഈ EK എന്ന് പറഞ്ഞ എഡ്ജിനെ നമ്മൾ ഈ ട്രീയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണെന്ന് കരുതുക. ദ ഡിലീഷൻ ഓഫ് EK ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ EK നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും, അതായത് ട്രീയിലെ 2 പോർഷൻസ് തമ്മിൽ കണക്ഷൻ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഈ എൻ്റയർ ട്രീ അത് ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ EK നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു ഈ ഒരു പർട്ടിക്കുലർ എഡ്ജിനെ. അപ്പോൾ ഈ ഒരു പോർഷൻ ഐസൊലേറ്റഡ് ആയി, ഈ പോർഷനും ഐസൊലേറ്റഡ് ആയി. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ട്രീസ് ആയിട്ട് മാറി. ഫസ്റ്റ് വൺ ഈസ് T1 ആൻഡ് സെക്കൻഡ് വൺ ഈസ് T2. അപ്പോൾ ഇനി നമ്മുടെ എൻ്റയർ ട്രീയിൽ നിന്ന് നമ്മൾ EKനെ ഒഴിവാക്കുന്നു. അതിനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. T മൈനസ് EK എന്ന് പറഞ്ഞാൽ ടിയിൽ നിന്ന് EK എന്ന് പറഞ്ഞ എഡ്ജിനെ നമ്മൾ ഒഴിവാക്കുന്നു. സോ ടിയിൽ നിന്ന് EK എന്ന് പറഞ്ഞ എഡ്ജ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി 2 കമ്പോണൻസ്. ഇപ്പോൾ T1 എന്ന് പറഞ്ഞ ഫസ്റ്റ് കമ്പോണൻറ്റ്, T2 എന്ന് പറഞ്ഞ സെക്കൻഡ് കമ്പോണൻറ്റ്. നമുക്കറിയാം നമ്മൾ T എന്ന് പറഞ്ഞത് ഒരു ട്രീ ആണ്, അതിൽ സൈക്കിൾസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ കമ്പോണൻറ്റ് നമുക്ക് സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി നമുക്ക് എന്താണെന്ന് പറയാം, ഇതും ഒരു ട്രീ ആവും, ഇതും ഒരു ട്രീ ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ EK എന്ന് പറഞ്ഞ എഡ്ജ് ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മളുടെ എൻ്റയർ ട്രീയിൽ ഫസ്റ്റ് ട്രീയിൽ ഉണ്ടായിരുന്ന വെർട്ടീസുകളുടെ കൗണ്ടിന് യാതൊരു ചേഞ്ചും വരില്ല. ഇവിടെയുള്ള വെർട്ടെക്സ് ഈ ട്രീയിൽ തന്നെ ഉണ്ടാവും, ഇവിടെയുള്ള ഈ വെർട്ടെക്സ് ഈ ട്രീയിലും ഉണ്ടാവും. പക്ഷേ ആകെ ചേഞ്ച് വരുന്ന എന്തിനു മാത്രമായിരിക്കും, ഈ ഒരു എഡ്ജ് മാത്രമാണ് നമ്മളിവിടെ ഒഴിവാക്കിയത്. വെർട്ടീസിൻ്റെ കൗണ്ട് സെയിം ആയിട്ട് കീപ്പ് ചെയ്യും. സോ ബോത്ത് ദീസ് ട്രീസ് T1 ആൻഡ് T2, T1 ഉം T2 എന്തായിരിക്കും, നേരത്തെ ഉള്ള വെർട്ടീസുകൾ തന്നെ ഉണ്ടാവും. നമ്മൾ എൻ്റയർ ട്രീയിൽ n വെർട്ടീസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ T1ലെ വെർട്ടീസിൻ്റെ എണ്ണം എന്തായാലും n-നേക്കാളും ചെറുതായിരിക്കുമല്ലോ. അതേപോലെ തന്നെ T2ലെ വെർട്ടീസിൻ്റെ കൗണ്ടും n-നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ എൻ്റയർ ട്രീയിലാണ് n വെർട്ടീസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർഷനായിട്ടുള്ള ഇത് വരുന്നുള്ളൂ. അപ്പോൾ n-നേക്കാളും കുറവ് വെർട്ടീസ് അതിലുണ്ടാവുള്ളൂ. അപ്പോൾ T1ലും T2ലും both these trees have fewer than n vertices. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എഡ്ജസ് കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു T1 എന്ന് പറഞ്ഞ ട്രീ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എഡ്ജ് കൂടാണ്ട് നമ്മളിപ്പോൾ ഒഴിവാക്കിയത് മാത്രമാണ് ഈ ഒരു എഡ്ജ് VI എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഈ T1 എന്ന് പറഞ്ഞ ട്രീയിലുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള എഡ്ജ് ആയിരുന്നു ഈ EK. ഈ EK നമ്മൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഈ T1ലെ ഒരു എഡ്ജ് കുറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിൻ്റെ കൗണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെ T2ൻ്റെ കേസിലും എന്തായിരിക്കും, ഈ VJ എന്ന് പറഞ്ഞത്
ഈ T2 എന്ന് പറഞ്ഞ ട്രീയിലുള്ള ഒരു വെർട്ടീസ് ആണ്. അപ്പോൾ ഈ ഒരു എഡ്ജ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ട്രീയിൽ നിന്നും ഒരു എഡ്ജ് കുറയും. അപ്പോൾ ടോട്ടലി എത്ര എഡ്ജസിൻ്റെ കുറവ് വരും? 2 എഡ്ജസിൻ്റെ കുറവ് വരും. അപ്പോൾ T1ലെ നമ്പർ ഓഫ് വെർട്ടീസസ് N1 ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അതേപോലെ തന്നെ T2ലെ നമ്പർ ഓഫ് വെർട്ടീസസ് N2 ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു പറഞ്ഞത്? N-നേക്കാളും കുറവ് വെർട്ടീസ് ഉള്ള എല്ലാ ട്രീയിലും ഈ തിയറം ഹോൾഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ N-നേക്കാളും കുറവ് വെർട്ടീസ് ഉള്ള എത്രയാണെങ്കിലും അവിടെ എല്ലാം N-നേക്കാളും 1 കുറച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് കിട്ടും. അപ്പോൾ ഈ കേസിൽ ഇവിടെ N-നേക്കാളും കുറവ് വെർട്ടീസാണ്, ഇതും N-നേക്കാളും കുറവ് വെർട്ടീസാണ്. എൻ്റെ ട്രീ എടുക്കുമ്പോഴാണ് നമുക്ക് N നമ്പർ ഓഫ് വെർട്ടീസസ് അതിൽ വരിക. അതായത് N1 പ്ലസ് N2 ആണ് ഈക്വൽ ടു N. അപ്പോൾ N1 മസ്റ്റ് ബി ലെസ് ദാൻ N, അതുപോലെ N2 മസ്റ്റ് ബി ലെസ് ദാൻ N. അപ്പോൾ ഈ 2 ട്രീയിലേക്കും നമുക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എഡ്ജിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വേറൊരു ട്രീ ആയി, ഇതും വേറൊരു ട്രീ ആയി. അപ്പോൾ ഈ ട്രീ T1ലെ നമ്പർ ഓഫ് എഡ്ജസ് നമുക്ക് എന്തായിരിക്കും? എത്ര വെർട്ടീസുകളുണ്ടോ അതിനേക്കാളും 1 കുറവ്. അപ്പോൾ ഇതിലെ വെർട്ടീസുകളുടെ എണ്ണം N1 ആയിരുന്നു. അപ്പോൾ N1 - 1 എഡ്ജസ് അതിലുണ്ടാവും. സോ എഡ്ജസ് ഇൻ T1 മസ്റ്റ് ബി N1 - 1. അതേപോലെ T2 കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ N2 വെർട്ടീസുകളാണ് ഉള്ളത്. നമ്മുടെ ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ എന്താ? ഈ N2 N-നേക്കാളും ചെറുതായതുകൊണ്ട് ആ തിയറി ഇവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ എത്ര വെർട്ടീസുകളുണ്ടോ അതിനേക്കാളും 1 കുറവ് എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ N2 വെർട്ടീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രീയിൽ N2 - 1 എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ദ എഡ്ജസ് ഇൻ T2 മസ്റ്റ് ബി N2 - 1. അപ്പോൾ ഇത് T2, ഇത് T1. ഈ എഡ്ജിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എഡ്ജസ് ഇൻ T1 ആൻഡ് T2 നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ T1 ആൻഡ് T2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. N1 - 1 പ്ലസ് N2 - 1. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ N1 പ്ലസ് N2 മൈനസ് 2. ഈ N1 പ്ലസ് N2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ N1 വെർട്ടീസും ഇതിൽ N2 വെർട്ടീസും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു N. അപ്പോൾ N-നെയാണ് നമ്മൾ N1 N2 എന്ന് പറഞ്ഞാൽ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് വെച്ച്. സോ N1 പ്ലസ് N2ന് പകരം നമുക്ക് എന്തെഴുതാം? N എന്ന് എഴുതാം. ദാറ്റ് ഈസ് N - 2 ആസ് N1 പ്ലസ് N2 ഈക്വൽ ടു N. അപ്പോൾ ഈ എൻ്റയർ ട്രീയിൽ നിന്ന് ഈ ഒരു എഡ്ജിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് T - C എന്ന് പറഞ്ഞാൽ Tയിൽ നിന്ന് ഈ എഡ്ജിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ള എഡ്ജസ് എത്രയായിരിക്കും റിമൈനിങ്? ഇറ്റ് വിൽ ബി N - 2 എഡ്ജസ്. അപ്പോൾ N - 2 എഡ്ജസ് ആയിരിക്കും ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ട്രീയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എഡ്ജിനെ ഒഴിവാക്കിയാൽ N - 2 എഡ്ജസ്. അപ്പോൾ ഈ എഡ്ജിനെ നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിലോ ഒരു എഡ്ജിൻ്റെ എണ്ണം കൂടി അല്ലേ? അപ്പോൾ എഡ്ജസിൻ്റെ കൗണ്ട് എത്രയായിരിക്കും? N - 2ൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. സോ N - 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായി? N - 2 പ്ലസ് 1 ഈക്വൽ ടു N - 1. അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ, അതായത് ഈ എഡ്ജിനെ നമ്മൾ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ട്രീ വിൽ കണ്ടെയ്ൻ N - 1 എഡ്ജസ് ആൻഡ് ഹെൻസ് ദ പ്രൂഫ്.